അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, ഇത് ഖുർആനിലെ 68-ാമത്തെ അധ്യായം സൂറത്തുൽ കലം, അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവുമാണ്. ഇത് ആകെ 52 ആയത്തുകളുണ്ട്. ദൈർഘ്യം വായിക്കുന്നത് കൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കാരുണ്യവാനുമായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. നൂൻ വൽ കലമി വമാ യസ്തുറൂൻ. നൂൻ, പേന തന്നെയാണ് സത്യം, അവർ എഴുതി വെക്കുന്നതും തന്നെയാണ് സത്യം. മാ അൻത, നിങ്ങളല്ല, ബി നിഅമത്തി റബ്ബിക, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അനുഗ്രഹം കൊണ്ട്, ബി മജ്നൂൻ, ഭ്രാന്തനല്ല. മാ അൻത ബി നിഅമത്തി റബ്ബിക ബി മജ്നൂൻ, നബിയെ, താങ്കളുടെ നാഥൻ്റെ അനുഗ്രഹം നിമിത്തം താങ്കൾ ഭ്രാന്തനല്ല. അപ്പോൾ ഇന്നലക്ക, നിശ്ചയം തങ്ങൾക്കുണ്ട്, ല അജിറൻ ഒയിറ മംനൂൻ, മുറിഞ്ഞു പോകാത്ത പ്രതിഫലം. ഇന്നലക്ക ല അജിറൻ ഒയിറ മംനൂൻ, നിശ്ചയം നിങ്ങൾക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട്. ഇന്നക്ക, നിശ്ചയം തങ്ങൾ, ലാലാ ഹുലുക്കിൻ അലീം, മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമസ്ഥനാണ്, സ്വഭാവത്തിന്മേലാണ്. ഇന്നക്ക ലാലാ ഹുലുക്കിൻ അലീം, തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിന്മേലാണുള്ളത്. ഫസതുബ്സിറു, പിന്നീട് താങ്കൾ കണ്ടറിയും. വയുബ്സിറൂൻ, അവരും കണ്ടറിയും. ഫസതുബ്സിറു വയുബ്സിറൂൻ, പിന്നീട് താങ്കൾ കണ്ടറിയും, അവരും കണ്ടറിയും. ബി അയ്യിക്കുമുൽ മഫ്തൂൻ, നിങ്ങളിൽ ആരാണ് കുഴപ്പക്കാരെന്ന്. ഇന്ന റബ്ബക, നിശ്ചയം തങ്ങളുടെ രക്ഷിതാവ്, ഹുവ അഅ്ലമു, അവൻ അറിയും, ബിമൻ വല്ല അൻ സബീലിഹി, ആരാണ് വഴിപിഴച്ചത് എന്ന്. വഹുവ അഅ്ലമു, അവൻ അറിയും, ഏറ്റവും അറിവുള്ളവനാണ്, ബിൽ മുഹ്തദീൻ, ആരാണ് സന്മാർഗം പ്രാപിച്ചത് എന്നതിനെക്കുറിച്ചും. ഇന്ന റബ്ബക ഹുവ അഅ്ലമു ബിമൻ വല്ല അൻ സബീലി വഹുവ അഅ്ലമു ബിൽ മുഹ്തദീൻ, താങ്കളുടെ നാഥൻ തൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയവരെ കുറിച്ച് നല്ലതുപോലെ അറിയുന്നവൻ തന്നെയാണ്, സന്മാർഗം പ്രാപിച്ചവരെ കുറിച്ചും അവൻ നല്ലതുപോലെ അറിയുന്നവനാണ്. ഫലാ തുതിഇൽ മുകദ്ദിബീൻ, അതിനാൽ നിഷേധിക്കുന്നവരെ താങ്കൾ അനുസരിക്കരുത്. വധു, അവർ ആഗ്രഹിക്കുന്നു, ലൗ തുദിഹിനു, താങ്കളൊന്ന് അയവ് കാണിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഫയുദിഹിനൂൻ, അങ്ങനെ വന്നാൽ അവരും അയവ് കാണിക്കും. വധു ലൗ തുദിഹിനു ഫയുദിഹിനൂൻ, താങ്കൾ അയവ് കാണിച്ചാൽ എന്ന് അവരാഗ്രഹിക്കുന്നു, എങ്കിൽ അവരും അയവ് കാണിക്കും. ഫലാ തുതി കുല്ല ഖല്ലാഫിൻ മഹീൻ, ഫലാ തുതി, തങ്ങൾ അനുസരിക്കരുത്, കുല്ല ഹല്ലാഫിൻ, കൂടുതൽ ഹൽഫ് ചെയ്യുന്നവരെ, അതായത് കൂടുതലായിട്ട് സത്യം ചെയ്യുന്നവനെ തങ്ങൾ അനുസരിച്ച് പോകരുത്. മഹീൻ, നീചനുമായ. ഫലാ തുതി കുല്ല ഹല്ലാഫിൻ മഹീൻ, കൂടുതലായി സത്യം ചെയ്യുന്നവനും നീചനുമായ ആരെയും താങ്കൾ അനുസരിക്കരുത്. അങ്ങനെയുണ്ട് ചില ആളുകൾ, തൊട്ടേനും പിടിച്ചേനും പച്ച നുണ പറയും. പറയുമ്പോൾ പറയുന്നതെന്നറിയോ, റബ്ബുൽ കഅബയാണ് സത്യം, ഞാനത് ചെയ്തിട്ടില്ല, ഓനെ ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ റബ്ബുൽ കഅബയാണ്, ഞാനത് ചെയ്തു, ഓനാ ഭാഗത്ത് പോയിട്ട് വരെ ഉണ്ടാവില്ല. ഇങ്ങനെ നുണ പറയുന്നവരുണ്ട്. അവരെക്കുറിച്ചാണ് സൂചന. ഹമ്മാസിം മശാഇം ബിനമീം,
കുത്തുവാക്ക് പറയുന്നവനും ഏഷണിയുമായി നടക്കുന്നവനും മന്നാഇല്ലിൽ ഖൈരി നന്മയെ നിശേഷം തടയുന്നവനും മൂത്തദിൻ അസീം അതിക്രമകാരിയായ കുറ്റവാളിയും ഉത്തുല്ലിൻ ബൈദാലിക സനീം ക്രൂരനും ഇതിനെല്ലാം പുറമെ ശരിയായ പിതാവില്ലാത്തവനും. ഒന്നും കൂടി ഇതിൻ്റെ വിശദീകരണം പറഞ്ഞുതരാം. 3 ആയത്താണ് ഇവിടെ വരുന്നത്. ഹമ്മാസിം മഷാഇം ബിനമീം മന്നാഇല്ലിൽ ഖൈരി മൂത്തദിൻ അസീം ഉത്തുല്ലിം ബൈദാലിക സനീം. കുത്തുവാക്ക് പറയുന്നവനും ഏഷണിയുമായി നടക്കുന്നവനും നന്മയെ നിശേഷം തടയുന്നവനും അതിക്രമകാരിയും മഹാപാപിയും ക്രൂരനും ഇതിനെല്ലാം പുറമെ ശരിയായ പിതാവില്ലാത്തവനും. അൻകാന ദാ മാലിൻ വബനീൻ അൻകാന ദാ മാലിൻ വബനീൻ അവൻ സ്വത്തും സന്താനങ്ങളും ഉള്ളവനായത് കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അവൻ ഇഷ്ടംപോലെ സമ്പത്തും സ്വത്തും ഉള്ളതന്നെ ആയതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇദാ തുസ്ന അലൈഹി ആയാത്തുന അവരുടെ മേലിൽ നമ്മുടെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ കാല അവൻ പറയും അസാത്തീറുൽ അവ്വലീൻ പൂർവികരുടെ കെട്ടുകഥകളാണെന്ന്. സനസിമുഹു അലൽ ഖുർത്തൂം പിന്നീട് അവൻ്റെ തുമ്പിക്കൈക്ക്, അതായത് നീളമുള്ള മൂക്കിന് നാം അടയാളം വെക്കുന്നതാണ്. ഇന്നാ ബലവുനാഹും നിശ്ചയം നാം അവരെ പരീക്ഷണം നടത്തി. കമാ ബലവുന അസ്ഹാബൽ ജന്നത്തി തോട്ടക്കാരെ നാം പരീക്ഷണം ചെയ്തതുപോലെ. ഇത് അക്സമു അവർ സത്യം ചെയ്ത സന്ദർഭം. യസിരി മുന്നഹ മുസ്ബിഹീൻ പ്രഭാത സമയത്ത് തന്നെ തോട്ടത്തിലെ പഴങ്ങൾ മുഴുവൻ പറിച്ചെടുക്കുമെന്ന് അവർ സത്യം ചെയ്ത സന്ദർഭം. ഒന്നും കൂടി അത് ആയത്ത് പറഞ്ഞുതരാം. ഇന്നാ ബലവുനാഹു കമാ ബലവുന അസ്ഹാബൽ ജന്ന ഇത് അക്സമൂല യസിരി മുന്നഹ മുസ്ബിഹീൻ തീർച്ചയായും ആ തോട്ടക്കാരെ നാം പരീക്ഷണം ചെയ്തതുപോലെ ഇവരെയും നാം പരീക്ഷണം ചെയ്തു. പ്രഭാത സമയത്ത് തങ്ങൾ അതായത് തോട്ടത്തിലെ പഴങ്ങൾ പറിച്ചെടുക്കുക തന്നെ ചെയ്യുമെന്ന് അവർ സത്യം ചെയ്ത് പറഞ്ഞ സന്ദർഭം. വലാ യസ്തസ്നൂൻ അവർ ഒഴിവാക്കി പറഞ്ഞതുമില്ല. അതായത് ഇവിടെ പണ്ഡിതന്മാരും മുഫസ്സിരിങ്ങൾ വ്യാഖ്യാനിക്കുന്ന 2 രൂപത്തിലാണ്. ഈ ഒഴിവാക്കി പറഞ്ഞതുമില്ല, ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞില്ല എന്നാണ് ഒരു വ്യാഖ്യാനം. അല്ലെങ്കിൽ പാവങ്ങൾക്ക് ഒന്നും ഒഴിവാക്കി കൊടുക്കുകയില്ല എന്ന് പറഞ്ഞു എന്നുമാണ് മറ്റൊരു വ്യാഖ്യാനം. അതായത് ഒരു തോട്ടം, ഈ തോട്ടത്തിലെ പഴങ്ങൾ പറിച്ചു കഴിഞ്ഞാൽ അതിന് സക്കാത്ത് ഉണ്ടല്ലോ. ആ സക്കാത്ത് പാവങ്ങൾക്കുള്ള അവകാശം തടയാൻ വേണ്ടിയിട്ട് വെളുപ്പിനെ പോയി പറിച്ച ഒരു തോട്ടക്കാരുടെ കഥയാണ് കഥയുടെ പശ്ചാത്തലത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. കൂടുതൽ സംശയമുള്ളവർ കമൻറ്റ് ചെയ്താൽ അതിനെ പറ്റിയിട്ട് വിശദമായി അതിൻ്റെ കഥ പറഞ്ഞു തരും ഇൻഷാ അല്ലാ. വത്വാഫ അലൈഹ അങ്ങനെ അവരുടെ മേൽ ബാധിച്ചു. ത്വായിഫുൻ ഒരു സംഭവം ബാധിച്ചു. മീ റബ്ബിക്ക അവരുടെ റബ്ബിൽ നിന്ന്. എങ്ങനെ? വഹും നായിമൂൻ അവർ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ. വത്വാഫ അലൈഹ ത്വായിഫും മിർ റബ്ബിക വഹും നായിമൂൻ അങ്ങനെ അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ താങ്കളുടെ നാഥൻ്റെ പക്കലിൽ നിന്നുള്ള ഒരാപത്ത് ആ തോട്ടത്തെ ബാധിച്ചു പോയി. ഫഅസ്ബഹത് അങ്ങനെ ആ തോട്ടമായി കസ്വരീം ഫലം മുറിച്ചെടുക്കപ്പെട്ടതുപോലെ.
ഫഅസ്ബഹത്ത് കസ്വരീം, അങ്ങനെ അത് ഫലം മുറിച്ചെടുക്കപ്പെട്ടത് പോലെയായി. ഫനാദൗ മുസ്ബിഹീൻ, അങ്ങനെ പ്രഭാതവേളയിൽ അവർ അന്യോന്യം വിളിച്ചു പറഞ്ഞു, അനിഴതു അലാ ഹർസിക്കും, നിങ്ങളുടെ കൃഷിസ്ഥലത്തേക്ക് നിങ്ങൾ പുലർച്ചയ്ക്ക് പുറപ്പെടൂ. ഇൻ കുന്തും സാരിമീൻ, നിങ്ങൾ ആ പഴം പറിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ. ഫനാദൗ മുസ്ബിഹീൻ അനിഴതു അലാ ഹർസിക്കും ഇൻ കുന്തും സാരിമീൻ, എന്നിട്ട് പ്രഭാതവേളയിൽ അവർ അന്യോന്യം വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഫലം പറിച്ചെടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൃഷിസ്ഥലത്ത് പുലർച്ചയ്ക്ക് തന്നെ വരുവിൻ. ഫന്തലക്കൂ വഹും യതഖാഫത്തൂൻ, ഫന്തലക്കൂ, അവർ പുറപ്പെട്ടു. വഹും യതഖാഫത്തൂൻ, അവർ പരസ്പരം സംസാരിച്ചു കൊണ്ടാണ്, പതുക്കെ പറഞ്ഞുകൊണ്ടാണ് പോയത്. അല്ലാ യദ്ഖുലന്നഹൽ യൗമ അലൈക്കും, ഇന്നത്തെ ദിവസം നിങ്ങളുടെ അടുത്ത് പ്രവേശിക്കാതിരിക്കട്ടെ മിസ്കീൻ, പാവപ്പെട്ടവൻ. ഫന്തലക്കൂ വഹും യതഖാഫത്തൂൻ അല്ലാ യദ്ഖുലന്നഹൽ യൗമ അലൈക്കും മിസ്കീൻ, അങ്ങനെ അവർ അന്യോന്യം പതുക്കെ പറഞ്ഞുകൊണ്ടുപോയി, ഇന്ന് ആ തോട്ടത്തിൽ ഒരു സാധുവും നിങ്ങളുടെ അടുത്ത് പ്രവേശിക്കുകയേ അരുത്. ഈ സൂറത്തിൻ്റെ വ്യാഖ്യാനം ബാക്കി ഭാഗം മറ്റൊരു വീഡിയോയിലേക്ക് മാറ്റേണ്ടി വരുന്ന വിധത്തിൽ വീഡിയോ നീണ്ടുപോയി. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ പ്രതീക്ഷിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിന് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന ഒരു സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.